ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വീട് ക്ലീനിങ് ആണ് ഗൈസ്. പിറ്റേ ദിവസം ചിങ്ങം ഒന്നാണ്. അപ്പോൾ തലേ ദിവസം എല്ലാം വൃത്തിയാക്കണ ഒരു പരിപാടിയില്ലേ. അപ്പോൾ ഞാനും വിചാരിച്ച് എല്ലാം ഒന്ന് ചെയ്ത് കളയാമെന്ന്. രാത്രി 9 മണി വരെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ വിചാരിച്ച് വേണ്ട, നമുക്കിതൊന്ന് വൃത്തിയാക്കാം, ഇപ്പം ചെയ്താൽ ചെയ്ത്, അങ്ങനെ ഒരു വൈബ്, ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു എനർജി കിട്ടി. അപ്പാടെ എണീറ്റ് എല്ലാം ഒന്ന് ചെയ്യാനുള്ള ഇതെടുത്ത്. അപ്പോഴത്തേക്കും നമ്മൾ ജനൽ അടയ്ക്കണത് മറ്റേ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. അതാണ് കാണിച്ചു തരുന്നത്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് 2 ഫ്രിഡ്ജുണ്ടേ, ഒന്ന് വൈറ്റും ഒന്ന് റെഡും. വൈറ്റാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കണം, അത്യാവശ്യം കേടുപാടുകളില്ലാത്ത. റെഡ് ഫുൾ ചീത്തയായതാണ്. പിന്നെ അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കും, പഞ്ചസാര, തേയില അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ കേടുപാടുകൾ കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ പഴയ ഫ്രിഡ്ജിൽ വയ്ക്കും. അത്യാവശ്യം തരക്കേടില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജിൽ മരിച്ചിനി, മീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കും. അങ്ങനെയും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അപ്പോൾ ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നാലും ചെയ്ത് കഴിയുമ്പോൾ വാവ് എന്നൊക്കെ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലേ ഗൈസ്, ഇത് ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഇത് ഡബ് ചെയ്ത് 1000 വട്ടം ഡബ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഡബിങ്ങിൽ എല്ലാം ശരിയാവണത്. പിന്നെ ലെങ്ത്ത് കൂടിപ്പോയാൽ ആരും കാണൂല. പിന്നെ എനിക്കറിയാം, വ്ളോഗായിട്ടിട്ട് ആരും വ്യൂവേഴ്സ് ഒന്നും കിട്ടൂല. പിന്നെ ഷോർട്സ് ആയിട്ട് ഇടുമ്പം പിന്നെ ഇച്ചിരിയെങ്കിലും കിട്ടിയാലായി. ചുമ്മാ ഇടണതാണ്. ഭയങ്കര സക്സസ് ആവും എന്നുള്ള ഒരു ഇതിലല്ല. ഇത് ഞാൻ എന്നിട്ട് 5 മിനിറ്റുള്ള വീഡിയോനെ ഞാൻ ഷോർട്ടാക്കും. നല്ല ഷോർട്ടാക്കി 1 മിനിറ്റുള്ള വീഡിയോ ആക്കിയിട്ട് ഞാൻ ഷോർട്സ് ഇടും. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ഭയങ്കര ബോറിങ്ങാണ്, എനിക്കറിയാം. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഈ പാതിരാത്രി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചാണേ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടേ എല്ലാം ചെയ്യുള്ളൂ. രാത്രി മുറ്റം തൂക്കും, തുണി നനച്ചിടും. ഈ പണ്ട് ഈ പൈപ്പില്ലാത്ത നേരത്ത് ഞാൻ കിണറ്റിൻകരയെ കൊണ്ടിട്ടാണ് ഈ പാത്രമൊക്കെ കഴുകണതേ. രാത്രി ഇവരൊക്കെ ഉറങ്ങും, അപ്പുറത്തുള്ളവർ. ഇവർക്കൊക്കെ ഈ ശബ്ദം കേട്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. പിറ്റേ ദിവസം ചോദിക്കും, എന്തിനീ ഈ രാത്രി പാത്രം കൊണ്ടിട്ട് അടിക്കണേന്ന്. അപ്പം ഈ ഇടയ്ക്കൊരു ന്യൂസ് കേട്ടേ, എന്തൊരു അയൽ വീട്ടിലെ ആൾ സൗണ്ട് കൂട്ടി പാട്ട് വെച്ചെന്നും പറഞ്ഞ് അയാളെ പോയി കൊന്നെന്ന്. താങ്ക് ഗോഡ്, അതിന് മുമ്പിട്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാണ്, ഒന്നും ചെയ്യൂല, അത്രയ്ക്കൊന്നുമില്ല. ഓക്കെ. എന്നിട്ട് എല്ലാം ഇപ്പം അകത്തിട്ട് പാത്രം കഴുകണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ മുറ്റമൊക്കെ ഇപ്പോഴും തൂക്കും, മുറ്റം തൂക്കും. പിന്നെ തുണി നനച്ചിടും. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ട്, ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ലാതെ നിന്ന് ചെയ്യും. അങ്ങനെ പിന്നെ ഇതും രാത്രി ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. നടുക്ക് റൂം, എൻ്റെ റൂം നല്ല ഫുൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയെടുത്ത്. പിന്നെയാണ് ഫ്രണ്ടിലോട്ട് പോയത്, വരാന്തയിൽ പോയി അവിടെയാണ് പൊടിയിട പൂരം. അവിടെ വലയൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. അവിടെ വെടിഞ്ഞിരിക്കണല്ലേ, അവിടെ നിന്നാണ് പൊടി വീണുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും വീണുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് കണ്ടിട്ട് കുറേ എണ്ണം പറയും, എന്നാൽ അതൊന്ന് തേച്ചൂടെ, ഈ വീഡിയോ ചെയ്യണത് പോരെ, മേക്കപ്പ് സെറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്ന പൈസയ്ക്ക് അവിടെ ഒന്ന് തേച്ചൂടെ. തേക്കാൻ തോന്നാറില്ല, അതുകൊണ്ട് നമ്മൾ തേക്കുന്നില്ല. എൻ്റെ വീട് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വയ്ക്കുകയുള്ളൂ. അതിന് നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഇത്ര വിഷമമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് പേൾ ചേച്ചിയുടെ വീഡിയോ ഇട്ടതിന് ശേഷം പറയണായിട്ട്, ഇത്രയും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങണില്ലേ, അതിനൊന്ന് വീടൊന്ന് പുതുക്കി എടുത്തുകൂടെയെന്ന്. അത്രയും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അതിന് വലിയ പൈസയൊന്നുമില്ല. ഓരോന്നിലും ഓരോ നെഗറ്റീവും കൊണ്ടുവരും. പിന്നെ ഞാൻ മൈൻഡാക്കാറില്ല. ഇതിലും കാളും വലിയ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ട് കുലുങ്ങാത്തതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ഇതൊക്കെ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ വിഷമമൊന്നും വരാറില്ല. നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ ഇടും തോറും എനിക്ക് റീച്ച് കൂടും, അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാണ് വീട് ശരിയാക്കുക, വീടിന് പെയിൻ്റ് അടി, വീട് ഇതൊക്കെ എന്തിനാണ് പറയണത്? അതൊക്കെ നിങ്ങളെ ജോലിയല്ലല്ലോ. നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ട് എൻ്റെ വീട്, എൻ്റെ ഇഷ്ടം എല്ലാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് അതിന് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സ്നേഹിക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറയണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അല്ലാതെ കുറേ എണ്ണമുണ്ട്. അതൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല. ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാലും പോസിറ്റീവ് കമൻറ്റ്സ് വന്നാലും ഞാൻ അതൊന്നും നോക്കാറില്ല. എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. നിങ്ങൾ നിങ്ങളായ ഇഷ്ടങ്ങളിൽ പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിനായിട്ട് പറയുന്നു, അത്രയേ ഉള്ളൂ.
എല്ലാം വൃത്തിയാക്കി ഒന്ന് ഇപ്പം നോക്കിക്കോ, ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് കൊണ്ടുവരും. ഇത്രയും എന്തോന്ന് തേച്ചുകൂടെ, എടുത്തുകൂടെ, ഒതുക്കിക്കൂടെ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ഒതുക്കി പറക്കി വീട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.